ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന വാക്കേഴ്സിനെ കുറിച്ചാണ്. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വാക്കർ പല രാജ്യങ്ങളിലും ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, അത് ഉപയോഗിച്ചാൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന റിസ്ക് എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, മാത്രമല്ല കുട്ടികൾക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കേഴ്സ് ഏതാണ് എന്നുള്ളതും ഇത് ഉപയോഗിച്ചപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ വീടുകളിലൊക്കെ തന്നെ ഏതാണ്ട് ഒരു 6 മാസം കുട്ടികൾക്കാവുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികൾ തന്നെ ഇരുന്ന് തുടങ്ങുന്നതൊക്കെ സമയത്ത് വാങ്ങിക്കുന്ന ഒരു ആക്സസറിയാണ് ഈ ഇരിക്കുന്ന ടൈപ്പ് വാക്കേഴ്സ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഇമേജ് ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഈ വാക്കേഴ്സ് നമ്മൾ പണ്ട് മുതലേ ആൾക്കാർ വാങ്ങി കണ്ടിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മളൊന്നും ചിന്തിക്കാതെ തന്നെ ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ വാങ്ങിക്കുന്ന ഒരു ആക്സസറിയാണിത്. അങ്ങനെ തന്നെ ഞങ്ങളും ആ സമയത്ത് വാങ്ങിച്ച ഒരു ആക്സസറി തന്നെയായിരുന്നു ഇത്. പക്ഷേ അതിൻ്റെ ദൂഷ്യവശങ്ങൾ പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചപ്പോഴുണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഞാൻ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ വീഡിയോ പറയാം. അപ്പോൾ ഈ ഇരിക്കുന്ന ടൈപ്പ് വാക്കർ എന്ന് പറയുന്നത് ആണ് പല രാജ്യങ്ങളിലും ബാൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ റീസൺസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുട്ടികൾക്കുണ്ടാകുന്ന എമർജൻസി ഇഞ്ചുറീസും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റൽ ഡിലേസുമാണ്. അപ്പോൾ എമർജൻസി ഇഞ്ചുറീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വാക്കറിലിരുന്നിട്ട് കുട്ടികൾ സ്റ്റെപ്സിൻ്റെ അടുത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വീണിട്ടൊക്കെ കുട്ടികൾക്കുണ്ടാകുന്ന ഇഞ്ചുറീസ്, ഇപ്പം തല പൊട്ടുന്നതാവാം, അല്ലെങ്കിൽ കൈ അല്ലെങ്കിൽ കാലൊന്ന് ഒടിയുന്നതാവാം, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒരു മെയിൻ റീസൺ ആയിരുന്നു. മാത്രമല്ല അതുപോലെ തന്നെ മറ്റൊരു റീസണായിട്ട് പറഞ്ഞിരുന്നത് ഡെവലപ്മെൻറ്റൽ ഡിലേസ് ആണ്. അതായത് കുട്ടികൾ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും അവർക്ക് നോർമലായിട്ട് അവർ അച്ചീവ് ചെയ്യേണ്ട മൈൽ സ്റ്റോൺസ് അവർ കുറച്ച് അച്ചീവ് ചെയ്യാനായിട്ട് ഡിലേ വരാറുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എമർജൻസി ഇഞ്ചുറീസിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്റ്റെപ്പൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ അവർ കുട്ടികളെ ഈ വാക്കറുമായിട്ട് പോയിട്ട് അതൊരു വഴി താഴെ വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. മാത്രമല്ല ഈ വാക്കറിലിരിക്കുമ്പോൾ അവർക്ക് നേരത്തെ എത്താൻ പറ്റാത്ത സാധനങ്ങളൊക്കെ അവർക്ക് എത്തിത്തുടങ്ങും. ഫോർ എക്സാമ്പിൾ സ്റ്റൗവിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ അത് അവർക്ക് പിടിക്കാനായിട്ട് പറ്റും. ബേൺ ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോയ്സണസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്നതാവാം, എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് അവർക്ക് എത്താനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഹൈറ്റ് കൂടുന്നതുകൊണ്ട്. അതുപോലെ തന്നെ പൂളിൻ്റെ ഒക്കെ അടുത്താണെങ്കിൽ, അത് നമ്മുടെ നാട്ടിലൊന്നും അധികം പ്രശ്നം വരാറില്ല, എന്നാലും മറ്റ് രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ പൂളിൻ്റെ ഒക്കെ അടുത്താണെങ്കിലും കുട്ടികൾ ഇതുപോലെ വാക്കറിലായിട്ട് പൂളിലോട്ടൊക്കെ വീഴുന്ന സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എമർജൻസി ഇഞ്ചുറീസിൻ്റെ അടിയിൽ വരുന്നത്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റൽ ഡിലേസ് ആണ്. ഇപ്പോൾ സാധാരണ നമ്മൾ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് വാക്കേഴ്സ് വാങ്ങിച്ചു കൊടുക്കുന്നത് എന്നുള്ളതും കൂടി ഇതിനോടൊപ്പം തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. സാധാരണ നമ്മൾ പറയുന്ന കുട്ടികൾ ഇത് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നടക്കാനായിട്ട് ഇത് സഹായിക്കും, അതുകൊണ്ട് വാങ്ങിച്ചു കൊടുക്കാറാണ് പതിവ്. പക്ഷേ എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് ശരിക്കും സത്യമായിട്ട് വരുന്നത്. അതായത് കുട്ടികൾ വാക്കർ ഈ ഒരു സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അവർ നടക്കാനൊക്കെ ഡിലേ ഉണ്ടാവുമെന്നാണ് പല റിസർച്ചും സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിന് പല കാരണങ്ങൾ പറയാറുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് അവർ തെറ്റായിട്ടുള്ള രീതിയിലാണ് അവരുടെ കാലുകളും ഒക്കെ ഉപയോഗിക്കാനായിട്ട് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ വാക്കർ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു കുട്ടീനെ നോക്കുകയാണെങ്കിൽ അവർ ആ ഒരു ഹൈറ്റ് പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കാം അവർ പലപ്പോഴും ടോസിലായിരിക്കും നടക്കുന്നത്. ഇങ്ങനെ കാല് വെച്ചിട്ടായിരിക്കില്ല, ടോസിലാണ് നടക്കാനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾ കുറേ നാൾ ഇങ്ങനെ തന്നെ നടക്കാനായിരിക്കും അവരുടെ ടെൻഡൻസി കൂടുതലായിട്ട് വരുന്നത്. അത് അത്ര നല്ലൊരു കാര്യമല്ല. മാത്രമല്ല ആ ഒരു സമയത്ത് കുട്ടികളെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് തറയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനാണ്. അതായത് എഴയുന്നത്, അല്ലെങ്കിൽ തന്നെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ റോൾ ഓവർ ചെയ്ത് ഓരോ കാര്യങ്ങൾ എടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളിലായിരിക്കണം അവരുടെ കൂടുതൽ സമയവും അവർ സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് അത് കാരണം ഉണ്ടാവാറുണ്ട്. മോട്ടോർ സ്കിൽസ് മാത്രമല്ല, ഇൻഫാക്റ്റ് പല കോൺസെപ്റ്റ്സും അവർ ആ സമയത്ത് പഠിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡിസ്റ്റൻസ് എന്നുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഡെപ്ത് എന്നുള്ള കോൺസെപ്റ്റൊക്കെ അവർ ഈ സമയത്താണ് പഠിക്കുന്നത്. ഡിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോയ് ഒരു സ്ഥലത്താണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്ത് എൻ്റെ കൈ ഉപയോഗിക്കുമ്പോഴാണ് എനിക്കത് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇത് ആഴത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനത്തെ പല പല കോൺസെപ്റ്റ്സും അവർ ഈ ഒരു സമയത്ത് എഴയുന്ന സമയത്താണ് പഠിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സമയം എന്ന് പറയുന്നത് അവർ ഫ്ലോറിൽ സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റി ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് വളരെയധികം കുറയുകയും
പല കാര്യങ്ങളും അവർ പഠിക്കാനായിട്ട് ഡിലേ വരുമെന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ പഠിക്കുന്നത് മാത്രമല്ല, അവർ ഈ എക്സസൈസസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ, അതായത് റോളിങ് ഓവർ, ക്രോളിങ്, തന്നെ ഇരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം അവരുടെ മസിൽസിനും സ്ട്രെങ്ത് വരികയാണ്. അപ്പോൾ ഈ മസിൽസിൻ്റെ ഒക്കെ സ്ട്രെങ്ത് വേണം അവർക്ക് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ പല റീസൺസും ഉണ്ട് വാക്കേഴ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് ഡെവലപ്മെൻറ്റൽ ഡിലേസ് സംഭവിക്കുന്നതെന്നുള്ളതിന്. അതുപോലെ തന്നെയാണ് ഈ ഒരു സമയത്ത് അവർ ഈ ടൈപ്പ് വാക്കേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ എൻറ്റയർ വെയിറ്റ് എന്ന് പറയുന്നത് അവരുടെ ഹിപ്പിലും നീസിലും ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പം അങ്ങനെ അവരുടെ ചെറിയ ഹിപ്പിനും നീസിനും ഒക്കെ അത്രയും വെയിറ്റ് ആ ഒരു സമയത്ത് താങ്ങാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഇതുപോലത്തെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് മാത്രമല്ല, പല രീതിയിലുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനും പോലും ഡിലേ വരാൻ സാധ്യതയുണ്ടെന്നും പല റിസർച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡെവലപ്മെൻറ്റൽ ഡിലേസും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തതുകൊണ്ടും ഇതുപോലത്തെ എമർജൻസി ഇഞ്ചുറീസ് വരുന്നതുകൊണ്ടുമാണ് ഈ വാക്കേഴ്സ് ബാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. കുട്ടികൾ ഈ പിടിച്ച് നിന്ന് നടക്കുന്ന ഒരു ടൈപ്പ് വാക്കേഴ്സ് ഉണ്ട്. ഇരിക്കുന്ന ടൈപ്പ് അല്ലാതെ പിടിച്ച് നിന്നിട്ട് നടക്കുന്ന ടൈപ്പ് വാക്കേഴ്സ്, അതിനെ ആക്ടിവിറ്റി വാക്കർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റി വാക്കേഴ്സ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സേഫറാണ്. കമ്പാരിറ്റീവ്ലി സേഫർ എന്ന് ഞാൻ പറയാൻ കാരണം, ഇതും നമ്മൾ സൂപ്പർവൈസ്ഡ് അല്ലാതെ ആദ്യം അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോഴൊക്കെ ഉടനെ അങ്ങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഇടിക്കാനും അല്ലെങ്കിൽ താഴെ വീഴാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് സൂപ്പർവിഷനിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ആക്സസറിയാണ് ഈ ആക്ടിവിറ്റി വാക്കർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആക്ടിവിറ്റി വാക്കേഴ്സിൽ പിടിച്ച് നടക്കാൻ മാത്രമല്ല മറ്റു രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനും അതിനകത്ത് പ്രൊവിഷൻസ് ഉണ്ടാവും. അപ്പോൾ അതും അവർക്ക് പലതരത്തിലുള്ള ലേണിങ്സും കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റി വാക്കേഴ്സ് ആയാലും ഏതാണ്ടൊരു 10-11 മാസമൊക്കെ ആകുമ്പോഴാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. കുട്ടികൾ തന്നെ എഴുന്നേറ്റ് ഒരു സ്ഥലത്ത് പിടിച്ച് നിൽക്കാൻ തുടങ്ങുന്നതനുസരിച്ച് അല്ലെങ്കിൽ 1-2 സ്റ്റെപ്പ് വയ്ക്കുന്നതനുസരിച്ചാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. കറക്റ്റായിട്ടൊരു ടൈം ഫ്രെയിം നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് അറൗണ്ട് 10 months നമുക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇനി ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞാൻ പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ടൈപ്പ് വാക്കറും ഇതൊന്നും അറിയാതെ തന്നെ ഞങ്ങൾ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ആദ്യം മോളിതിൽ ഒരുപാട് നാൾ ഇതുപോലെ യൂസും ചെയ്തിരുന്നു. പിന്നെ പെട്ടെന്നൊരു ദിവസമാണ് ഇങ്ങനെയൊരു കോൺസെപ്റ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളും റിസർച്ചിനെയും ഒക്കെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ അത് അറിഞ്ഞതിന് ശേഷം അതിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ ഏതാണ്ട് 11 മാസം ആവുന്നതിന് മുൻപ് തന്നെ മോൾ നടന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഡിലേ ഒന്നും വന്നിട്ടില്ല. മേ ബി ബിക്കോസ് ഞങ്ങൾ യൂസേജ് കുറച്ചത് കൊണ്ടാവാം. പിന്നെ അടുത്ത ടൈപ്പ് വാക്കർ ആക്ടിവിറ്റി വാക്കറും ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് മോൾ ഇതുപോലെ എഴുന്നേറ്റ് നിന്ന് 2-3 സ്റ്റെപ്പ് നടക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് എൻ്റെ ഒരു ആൻറ്റി ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത് US നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഫിഷർ പ്രൈസിൻ്റെ ബ്രാൻഡാണ്, ഇവിടെയും അവൈലബിൾ ആണ്, പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു ചീപ്പർ ഓപ്ഷൻ വിത്ത് സെയിം ഫീച്ചേഴ്സ് ഉള്ളതിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.